ഇനി ഏതാനും ചോദ്യങ്ങൾ മലയാള സാഹിത്യത്തിൽ നിന്ന്. ഏത് നൂറ്റാണ്ട് മുതലാണ് മലയാള ഭാഷ രൂപപ്പെട്ടത്? 8-ാം നൂറ്റാണ്ട്. മലയാള ഭാഷ ഏത് ഭാഷാഗോത്രത്തിൽപ്പെടുന്നു? ദ്രാവിഡ ഭാഷാ ഗോത്രം. ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ? തമിഴ്. ഏറ്റവും പുതിയ ദ്രാവിഡ ഭാഷയോ? മലയാളം. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആധുനിക മലയാള ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 1892 രൂപം കൊണ്ട ആദ്യത്തെ സാഹിത്യ സംഘടന? ഭാഷാപോഷിണി സഭ. കേരള സാഹിത്യ ചരിത്രം എന്ന കൃതിയുടെ കർത്താവാരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ആരുടെ ഭരണകാലത്താണ് മലയാള ഭാഷ രൂപം കൊണ്ടത്? കുലശേഖരന്മാരുടെ കാലത്ത്. ലോക സാഹിത്യത്തിൽ മലയാളത്തിന് സ്ഥാനം നേടിക്കൊടുത്ത സാഹിത്യകൃതി? തകഴിയുടെ ചെമ്മീൻ. മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരൻ? പി ഗോവിന്ദപിള്ള. കേരള പാണിനീയത്തിന്റെ കർത്താവാരാണ്? AR രാജരാജവർമ്മ. ഹോർത്തോസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ലാറ്റിൻ. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യപ്രബന്ധം ഏതാണ്? ഭാഷാ കൗടില്യം. ദക്ഷിണേന്ത്യയിൽ ആദ്യം പ്രചാരത്തിലുണ്ടായിരുന്ന അക്ഷരമാലയുടെ പേര്? വട്ടെഴുത്ത്. മയൂര സന്ദേശം എന്ന ഖണ്ഡകാവ്യം രചിച്ചതാരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ബദറുൽ മുനീർ എന്ന ഖണ്ഡകാവ്യം രചിച്ചതോ? മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ബാപ്പുജി എന്ന ഖണ്ഡകാവ്യം രചിച്ചത്? വള്ളത്തോൾ. അപ്പോൾ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതാര്? CV രാമൻ പിള്ള. ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണെന്നറിയുമോ? വൈലോപ്പിള്ളി. സരസ്വതി സമ്മാനം നേടിയ മലയാള കവയത്രി? നാലപ്പാട്ട് ബാലാമണിയമ്മ. ഏത് രാജാവിന്റെ സദസ്യരായിരുന്നു 18 കവികൾ? മാനവിക്രമന്റെ. 18 കവികൾ അരക്കവി ആരാണ്? പുനന്നമ്പൂതിരി. മലയാളത്തിന്റെ ആധികാരികമായ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? കേരള പാണിനീയം. കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന കൃതിയുടെ കർത്താവ്? EMS നമ്പൂതിരിപ്പാട്. കുമാരനാശാൻ മലയാളത്തിലേക്ക് വിവർത്തനം നടത്തിയ സംസ്കൃത നാടകം ഏതാണെന്നറിയുമോ? പ്രബോധ ചന്ദ്രോദയം. MT വാസുദേവൻ നായർ 1980 രചിച്ച നാടകം? ഗോപുരനടയിൽ. ഒരാൾ കൂടി കള്ളനായി എന്ന നാടകത്തിന്റെ രചയിതാവ്? SL പുരം സദാനന്ദൻ. ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? V ഭാസ്കരൻ. ഇതിഹാസ കഥയായ മഹാഭാരതം ആസ്പദമാക്കി MT രചിച്ച നോവൽ ഏതാണെന്നറിയുമോ? രണ്ടാം മൂഴം. ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്നെഴുതിയ നോവൽ? നവഗ്രഹങ്ങളുടെ തടവറ. ശൂരനാട്ട് കുഞ്ഞമ്പിള്ള രചിച്ച കേരള ചരിത്ര ഗ്രന്ഥം? പ്രാചീന കേരളം. മലയാളം ഒരു സംസാര ഭാഷ മാത്രമായിരുന്ന കാലത്ത് കേരളത്തിന്റെ സാഹിത്യഭാഷ ഏതായിരുന്നു എന്നറിയുമോ? ചെന്തമിഴ്. കുമാരനാശാന്റെ കരുണയിലെ നായകനാരാണ്? ഉപഗുപ്തൻ. ആദ്യത്തെ ആത്മഗീതമായ മലയവിലാസം രചിച്ചതാരാണ്? രാജരാജവർമ്മ. 1988 ആട്ടക്കഥയായി മാറ്റിയ ഷേക്സ്പിയറുടെ ഒരു നാടകം? ലിയർ രാജാവ്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ OV വിജയൻ രചിച്ച നോവൽ? ധർമ്മപുരാണം. ക്ഷേത്രപ്രവേശനത്തെ ആദരിച്ചുകൊണ്ട് ഉള്ളൂർ രചിച്ച കൃതി? ചൈത്രപ്രഭാവം. ബാലാമണിയമ്മയുടെ ആദ്യ കൃതിയോ? പൂപ്പുകൈ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്ക് ONV രചിച്ച കവിത? സോജ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ എന്ന് പാടിയത്? കുമാരനാശാൻ. വൈലോപ്പള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം? കന്നിക്കൊയ്ത്ത്. പൂവൻപഴം എന്ന ചെറുകഥാ സമാഹാരം എഴുതിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിൽ ലക്ഷണമൊത്ത ഉപന്യാസങ്ങൾ ആദ്യമായി രചിച്ചതാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ. പുനർജന്മം, വീരസംഗീതം തുടങ്ങിയവ ആരുടെ നാടകങ്ങളാണ്? ലളിതാംബിക അന്തർജനം. ഐതിഹ്യമാല രചിച്ചത്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. മലബാർ മാനുവൽ രചിച്ചത്? വില്യം ലോഗൻ. കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരം സൃഷ്ടിച്ച നിഘണ്ടു? ടി രാമലിംഗം പിള്ളയുടെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. മലയാള നിരൂപണ സാഹിത്യത്തിന് അടിത്തറയിട്ടതാരാണ്? AR രാജരാജവർമ്മ. വളപ്പൊട്ടുകൾ എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത്? ONV. മലയാളത്തിലെ ആദ്യ ഹാസ്യ നോവൽ? വിരുദൻ ശങ്കു. തിരുക്കുറൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതോ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. തകഴിയുടെ ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? VK നാരായണ മേനോൻ. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ ബംഗാളി കൃതി? ദുർഗേശ നന്ദിനി. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി എന്ന ഗാനത്തിന്റെ രചയിതാവാരാണ്? അംശി നാരായണ പിള്ള. 1997 ഓടക്കുഴൽ പുരസ്കാരം നേടിയ ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്രയുടെ രചയിതാവ്? MP വീരേന്ദ്രകുമാർ. പ്രസിദ്ധമായ പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവ്? K ദാമോദരൻ. VT ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകം? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നെഹ്റു ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാള നാടകൃത്തോ? G ശങ്കരപിള്ള. മലയാളത്തിലെ ആദ്യത്തെ പ്രഹസനം ഏതാണ്? CV രാമൻ പിള്ളയുടെ കുറുപ്പില്ല കളരി. ആദ്യത്തെ സംഗീത നാടകം? KC കേശവപിള്ളയുടെ സദാരാമ. ആദ്യത്തെ സ്വതന്ത്ര നാടകമെന്ന് വിശേഷിപ്പിക്കുന്ന നാടകം ഏതാണെന്ന് അറിയുമോ? ചന്ദ്രമുഖി വിലാസം. ആദ്യത്തെ ഫെമിനിസ്റ്റ് നാടകം? ഋതുമതി. ആദ്യത്തെ വനിതാ നാടകകൃത്ത്? തോട്ടക്കാട്ടി ഇക്കാവമ്മ.
ചിലപ്പതികാരത്തിന്റെ നായിക. കണ്ണകി. തമിഴ് സാഹിത്യത്തിന് കേരളം നൽകിയ ഏറ്റവും മികച്ച കൃതി. ചിലപ്പതികാരം. കേരള പാണിനി എന്നറിയപ്പെടുന്നത്. AR രാജരാജവർമ്മ. MTയും NP മുഹമ്മദും ചേർന്ന് രചിച്ച നോവൽ. അറബിപ്പൊന്ന്. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കഥ. കല്യാണ സൗഗന്ധികം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം ഏതാണ്? കിള്ളിക്കുറിശി മംഗലം. സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത്. ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത്. പ്രൊഫസർ N കൃഷ്ണപിള്ള. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷമേതാണ്? 1956. ആദ്യത്തെ ആന്റി നോവൽ. പാത്തുമ്മയുടെ ആട്. ആദ്യത്തെ ബോധധാര നോവൽ. സ്വർഗഭൂതൻ. ആദ്യത്തെ സാമൂഹിക നോവൽ. ഇന്ദുലേഖ. മലയാള നോവലുകളിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച നോവൽ. അഗ്നിസാക്ഷി. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം അവാർഡ് നേടിക്കൊടുത്ത കൃതി. ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥയിലെ മുഖ്യ കഥാപാത്രം. ശ്രീധരൻ. കേശവപിള്ള എന്ന കഥാപാത്രം തകഴിയുടെ ഏത് നോവലിലാണുള്ളത്? ഏണിപ്പടികൾ. ജോസഫ് മുണ്ടശ്ശേരി രചിച്ച ഒരേ ഒരു മലയാള നോവൽ. പാറപ്പുറത്ത് വിതച്ച വിത്ത്. ഒരു പിടിവറ്റ് എന്ന നോവൽ രചിച്ചതാരാണ്? UA ഖാദർ. MTയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് സേതു? കാലം. അസുരവിത്ത് എന്ന നോവലിന്റെ കർത്താവ്. MT വാസുദേവൻ നായർ. അസുരവിത്ത് എന്ന നോവലിലെ മുഖ്യ കഥാപാത്രം. ഗോവിന്ദൻ കുട്ടി. പ്രഥമ നോവലായ കുന്തലതയിലെ നായകന്റെ പേര്? താരാനാഥൻ. ഓമനത്തിങ്കൾ കീടാവോ നല്ല കോമള താമരപ്പൂവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവാരാണ്? ഇരയിമ്മൻ തമ്പി. ഓർമ്മയുടെ സുഗന്ധം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ്? G കുമാരപിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനത്തിന്റെ രചയിതാവ്? പന്തളം KP. വള്ളത്തോൾ എന്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയത് ആരെക്കുറിച്ചാണ്? ഗാന്ധിജി. ആദ്യത്തെ ചമ്പു കാവ്യം. അമോഘരാഘവം. ജ്ഞാനപ്പാനയുടെ കർത്താവ്? പൂന്താനം. കൃഷ്ണഗാഥ രചിക്കാൻ ചെറുശ്ശേരിക്ക് നിർദ്ദേശം കൊടുത്ത രാജാവ്? ഉദയവർമ്മ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത്? രാമപുരത്ത് വാര്യർ. ഉത്തര സ്വയംവരം ആട്ടക്കഥയുടെ രചയിതാവ്? ഇരയിമ്മൻ തമ്പി. ഏറ്റവും പ്രസിദ്ധമായ മലയാള ആട്ടക്കഥ? നളചരിതം ആട്ടക്കഥ. ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ? ഭാസ്കരമേനോൻ. ആദ്യത്തെ ചരിത്ര നോവൽ? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1891. മലയാളത്തിലെ ആദ്യത്തെ നോവൽ? കുന്തലത. കുന്തലതയുടെ രചയിതാവ്? അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ രണ്ടാമത്തെ നോവൽ? ഇന്ദുമതി സ്വയംവരം. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ കർത്താവാരാണ്? ചന്തുമേനോൻ. ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ ഒരു മലയാള നോവലാണ്. അതേതാണെന്നറിയുമോ? വിലാസിനിയുടെ അവകാശികൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രഥമ നോവൽ? ബാല്യകാല സഖി. ആധുനിക മലയാള നോവൽ സാഹിത്യത്തിന്റെ ജനയിതാവ്? O ചന്തുമേനോൻ. വഞ്ചിപ്പാട്ടിന്റെ വൃത്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നദോന്നത. മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ നോവൽ? പറങ്ങോടി പരിണയം. തുള്ളൽ സാഹിത്യത്തിന് തുടക്കം കുറിച്ച വ്യക്തി? കുഞ്ചൻ നമ്പ്യാർ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? M മുകുന്ദൻ. ലോകസഭാംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ? SK പൊറ്റക്കാട്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത്? G ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവൽ? കയർ. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? 1977. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? തൃശൂർ. തൃക്കോട്ടൂർ ദേശത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? UA ഖാദർ. ആധുനിക മലയാള കവിത്രയങ്ങൾ ആരൊക്കെയാണ്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. സഞ്ചാര സാഹിത്യത്തിൽ ലോകപ്രശസ്തനായ ഒരു മലയാളിയുണ്ട്. അതാരാണെന്നറിയുമോ? SK പൊറ്റക്കാട്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള കവിതയിൽ കാൽപ്പനികത കൊണ്ടുവന്ന ആദ്യ കവി? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം നടത്തിയതാരാണ്? RE ആഷർ. 1999 ക്രോസ് വേൾഡ് അവാർഡ് ലഭിച്ച മലയാള സാഹിത്യകാരൻ? M മുകുന്ദൻ. ബൈബിളിലെ ദാവീദിന്റെ കഥയെ ആസ്പദമാക്കി CJ തോമസ് രചിച്ചിട്ടുള്ള ഒരു നാടകമുണ്ട്. അതേതാണ്? ആ മനുഷ്യൻ നീ തന്നെ. മലയാള നാടകത്തിന് തുടക്കം കുറിച്ച കൃതി? മണിപ്രവാള ശാകുന്തളം പരിഭാഷ. ബോട്ടപകടത്തിൽ മരണപ്പെട്ട മലയാള കവി? കുമാരനാശാൻ. പാലക്കാടൻ ഈഴവരുടെ ജീവിത രീതികളെ ആധാരമാക്കി OV വിജയൻ രചിച്ച നോവൽ? തലമുറകൾ. ഓടക്കുഴൽ അവാർഡ് ഏത് ട്രസ്റ്റാണ് നൽകുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ആരുടെ കവിതകളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ സൂര്യശില എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത്? ഒക്ടോവിയോ പാസ്. ആനവാരി രാമൻ നായർ ആരുടെ പ്രശസ്ത കഥാപാത്രമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലേക്ക് ഏറ്റവും അധികം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഇംഗ്ലീഷുകാരന്റെ കൃതിയാണെന്ന് അറിയുമോ? വില്യം ഷേക്സ്പിയറുടെ. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ ഇംഗ്ലീഷ് നോവൽ? ജോൺ ബെനിയന്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്. ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട മലയാള കൃതി? ചങ്ങമ്പുഴയുടെ രമണൻ.
ഏത് വർഷമാണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചതെന്ന് അറിയുമോ? 1937. വയലാർ രാമവർമ്മ 1954 രചിച്ച ഖണ്ഡകാവ്യം ഏതാണ്? ആയിഷ. ചിത്രയോഗം ആരുടെ മഹാകാവ്യമാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ. രാമചരിതം എഴുതിയ കവി? ശ്രീരാമകവി. രാമചരിതം ആദ്യമായി മുദ്രണം ചെയ്ത വർഷം? 1932. മഹാകാവ്യമായ ഉമാ കേരളത്തിന്റെ രചയിതാവ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ചരിത്ര നോവലായ അക്ബറുടെ രചയിതാവ് ആരാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ച വർഷം? 1959. പോർച്ചുഗീസുകാരുടെ ആഗമനം ഇതിവൃത്തമാക്കിയിട്ടുള്ളത് KM പണിക്കരുടെ ഏത് നോവലിലാണ്? പറങ്കിപ്പട. തകഴിയുടെ കയർ പ്രസിദ്ധീകരിച്ച വർഷം? 1978. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് പളനി? ചെമ്മീൻ. OV വിജയന്റെ ഏത് നോവലിലാണ് പ്രശസ്തമായ അപ്പുക്കിളി എന്ന കഥാപാത്രമുള്ളത്? ഖസാക്കിന്റെ ഇതിഹാസത്തിൽ. ചങ്ങമ്പുഴ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആന്റൺ ചെക്കോവിന്റെ നാടകമേതാണ്? കരടി. ചങ്ങമ്പുഴ എഴുതിയ ഒരേ ഒരു നോവൽ ഏതാണ്? കളിത്തോഴി. മലയാള മനോരമ പത്രത്തിന് ആ പേര് നൽകിയതാരാ? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. വള്ളത്തോൾ പുരസ്കാരമായി നൽകുന്നത് എന്താണ്? 1,11,111 രൂപയും വള്ളത്തോൾ ചിത്രം ആലേഖനം ചെയ്ത കീർത്തി ഫലകവും. കുമാരനാശാൻ അവസാനം രചിച്ച ഖണ്ഡകാവ്യം? കരുണ. ആദ്യത്തെ മണിപ്രവാള മഹാകാവ്യം? ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം. ആദ്യത്തെ മലയാള കാവ്യമായി വിശേഷിപ്പിക്കുന്നത്? രാമചന്ദ്രവിലാസം. രാമചന്ദ്രവിലാസത്തിന്റെ രചയിതാവ്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. വാൽമീകി രാമായണം വിവർത്തനം ചെയ്യുമ്പോൾ വള്ളത്തോളിന് എത്ര പ്രായമുണ്ടായിരുന്നു എന്നറിയുമോ? 26. 1990 വയലാർ അവാർഡ് നേടിയ മുൻപേ പറക്കുന്ന പക്ഷികൾ ആരുടെ രചനയാണ്? സി രാധാകൃഷ്ണന്റെ. SK പൊറ്റക്കാടിന്റെ പ്രഥമ നോവൽ? നാടൻ പ്രേമം. കണ്ടാണിശ്ശേരി ഗ്രാമം പശ്ചാത്തലമായി വരുന്നത് കോവിലന്റെ ഏത് നോവലിലാണ്? തട്ടകം. മലയാളത്തിലെ ആദ്യത്തെ കൂട്ടുനോവൽ? അറബിപ്പൊന്ന്. P. കേശവദേവ് രചിച്ച